ഹലോ ഡിയർ ഫ്രണ്ട്സ്, പത്രമാറ്റ് സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നാനാമികയുടെ അച്ഛനും അമ്മയും ഇനി ഏതൊക്കെയല്ല അനന്തപുരിയിലെ മരുമക്കൾ രണ്ടുപേരും അവിടെ ഇല്ല. അതുകൊണ്ട് നമ്മുടെ മോളെ പരമാവധി ചൂട് പിടിപ്പിച്ച് നമുക്ക് അനന്തപുരിയിലേക്ക് അയക്കണം. അതിനുശേഷം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് കയറി ചെല്ലുകയും വേണമെന്നിങ്ങനെ അനാമികയുടെ അമ്മ പറയുകയാണ്. നമ്മൾ മാറി നിന്ന് കളിച്ചാൽ മതിയേ, ഇല്ലെങ്കിൽ പിന്നെ പ്രശ്നമായെങ്കിലോ. അപ്പോഴത്തേക്കും നമ്മുടെ അനാമിക അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അന്നേരം പറയുന്നുണ്ട്, ദേവയാനി ചേച്ചീനെ പരമാവധി ചൂട് പിടിപ്പിക്കണം. അവിടെ ചെന്നിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുമുണ്ടല്ലോ. ഇതിനു മുൻപേ ആദർശിൻ്റെ പേരും പറഞ്ഞിട്ടാണ് നാനെ ചെന്ന് വിളിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ ഇനി അതുപോലൊരു മണ്ടത്തരം കാണിക്കാനായിട്ട് മോള് സമ്മതിക്കരുത് എന്നിങ്ങനെ അനാമികയുടെ അമ്മ പറയുന്നുണ്ട്. ഞാൻ അതിന് വേണ്ടിയിട്ട് പരമാവധി ശ്രമിച്ചോളാം അമ്മേ എന്നിങ്ങനെ അനാമികയും പറയുന്നുണ്ട്. അന്നേരം പറയുന്നുണ്ട്, ഇതൊരു കറക്റ്റ് സമയമാണ്, അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം അറിഞ്ഞ് അവരിലേക്ക് ഇങ്ങ് ഇടിച്ചു കയറിക്കണമെന്ന് വേണവും പറയുന്നുണ്ട്. പിന്നെ ആ വീട്ടിലുള്ളവരുടെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, എന്തെങ്കിലും ആഘോഷം വന്നു കഴിഞ്ഞാൽ ഡയമണ്ട് കുറച്ചുള്ള സാധനങ്ങളൊന്നും അവർ തരില്ല. ഓരോ സമ്മാനങ്ങളും നിൻ്റെ ഭാവി സുരക്ഷിതമാക്കാനുള്ള സമ്മാനങ്ങളായിട്ട് കരുതണമെന്നൊക്കെ വേണു പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ അനാമിക പറയുന്നുണ്ട്, അവിടെ ഉള്ളതൊക്കെ ബുദ്ധിയില്ലാത്തവരൊന്നുമല്ല, ഇടിപിടിയുന്ന കാര്യങ്ങളൊന്നും നടത്തിയെടുക്കാൻ സാധിക്കത്തില്ല മോളെ. അനിയുടെ അമ്മയുടെയും അതുപോലെ അപ്പച്ചിയുടെയൊക്കെ പൂർണ്ണ സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ അനുകൂലമാക്കി എടുക്കാൻ പറ്റത്തില്ലേ. അതുകൂടാതെ ദേവയാനി ചേച്ചിയുടെയും ഉണ്ട് എന്നിങ്ങനെ അമ്മ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ മോൾക്കൊപ്പം നിന്ന് കഴിഞ്ഞാൽ അനി പറയുന്നതൊന്നും അവർ ശ്രദ്ധിക്കത്തില്ല. മോള് പിന്നെ അവരെല്ലാവരും പിന്നെ മോളുടെ കൈകളിലാക്കണം. അതാണ് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ആ വീട്ടിലുള്ള എല്ലാവരും സ്നേഹിക്കുന്ന അവളെയാണ്, വീട് വിട്ടു പോയവളെയാണ്. ഞാനാണ് അമ്പലങ്ങൾ മുഴുവൻ വഴിപാടാണ്. അവളെ ആ വീട്ടിലുള്ളവർ മുഴുവൻ വെറുക്കാൻ. അതുകൊണ്ടല്ലേ അവളുടെ വീട്ടുകാർ ഇപ്പോൾ ഇങ്ങനൊരു തീരുമാനമെടുത്തത്. അമ്മായിയമ്മ മരുമകളെ സ്നേഹിക്കണമെന്ന്. മോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ വിളിക്കണം. ഞങ്ങളുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് മോൾ മുന്നിലോട്ട് പോകാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ആ വീട്ടിലുള്ളവരുമായിട്ട് ഒത്തൊരുമയോട് കൂടി മുന്നോട്ട് പോകണമെന്ന് ഒരാഗ്രഹവും ഇല്ല. കുടുംബത്തെ കലഹം ഉണ്ടായാൽ നേട്ടം നമുക്ക് വന്ന് ചേരണം, അത്രേ വേണ്ടുള്ളൂ. ഇങ്ങനെ എല്ലാവരും ഇരുന്നിടത്തു നിന്നൊക്കെ എണീക്കുന്നുണ്ട്. അപ്പോൾ വേണു പറയുന്നുണ്ട്, വേണു അതുപോലെ തന്നെ നമ്മുടെ നാനാമികയുടെ അമ്മയും തമ്മിൽ പറയുന്നുണ്ട്, ആ വീട്ടിൽ ഏറ്റവും നല്ല സമയമാണ് ആ വീട്ടുകാരുടെ പ്രീതി പിടിച്ചു പറ്റുന്നതിന്. മോൾക്ക് കോലം വരയ്ക്കാൻ അറിയാമെങ്കിൽ എത്ര നന്നായിരുന്നു വേണുമായിട്ട്. കോലമോ? അതല്ല, മുറ്റത്ത് കോലം വരയ്ക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ഇതിപ്പോൾ കോലം വരയ്ക്കാനും അറിയത്തില്ല, അടുക്കളപ്പണി ചെയ്യാനും അറിയത്തില്ല. അതുകൊണ്ടല്ലേ അവൾ റാണിയായിട്ട് വാഴുന്നത്. റാണിയാക്കിയത് മറ്റൊന്നും കൊണ്ടല്ല, അവളുടെ ഡിസൈൻ ചെയ്യാനുള്ള കഴിവ് കൊണ്ടാണ് എന്നിങ്ങനെ വേണവും പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ അനാമയെ പറയുന്നുണ്ട്, അത് ശരിയാമേ, അത് ബിസിനസ്സിലുണ്ടാക്കിയ ഓളം അതാണ് അവളെ ഏറ്റവും കൂടുതൽ അവിടെ പിടിച്ചു നിർത്താൻ കാരണമായത്. അത് വളരെ വലിയ ഒരു ഓളം തന്നെയാണ്. സ്വന്തം മകൻ MD ആയ കമ്പനിയുടെ നേട്ടങ്ങൾ ഏതൊരമ്മയ്ക്കും അഭിമാനം തന്നെയല്ലേ. അതുകൊണ്ടാണ് വല്യമ്മ പോലും കൂടെ അവളുടെ മുന്നിൽ ഇങ്ങനെ താന്നു നിൽക്കുന്നതെന്നിങ്ങനെ അനാമിക പറയുവാണേ. എല്ലാവരും അങ്ങനെ തന്നെയാണ് മോളെ. പെൺമക്കളെ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് പോയിട്ട് ഗോവിന്ദനും കനകയും പലതിനും ലക്ഷ്യം വെക്കുന്നുണ്ട്. അതവർ മനോഹരമായിട്ട് ആടി തീർക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ നമ്മളും ആർക്കും പിന്നിലൊന്നും പോകാൻ പാടില്ല എന്നിങ്ങനെ വേണു പറയുമ്പോഴത്തേക്കിനും അമ്മ പറയുന്നുണ്ട്, നമ്മളും ആർക്കും പിന്നിലൊന്നും പോകാൻ പാടില്ല. എന്നാൽ അമ്മായിയമ്മ സ്നേഹിക്കുന്ന മരുമോളല്ലേ മോള്. ആ ഒരു മുൻതൂക്കം മോൾക്ക് എപ്പോഴും അവിടെ ഉണ്ട്. ഒരു വീടാകുമ്പോഴത്തേക്കിനും ഭർത്താവിനെ കഴിഞ്ഞും കൂടുതൽ അടുപ്പം വേണ്ടത് അമ്മായിമ്മ തന്നെയാണ്. ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം മോൾ അങ്ങോട്ടേക്ക് പോകാൻ എന്ന് പറഞ്ഞ് വേണുവും അതുപോലെ അമ്മയും കൂടെ നല്ല രീതിയിൽ അനാമികനും ബ്രെയിൻ വാഷ് ചെയ്യുവാണ്. തകർത്ത് വാരേണ്ട സമയത്ത് തകർത്ത് വാരണം മോളെ. ഇനി അവളുമാരില്ലാത്തത് കൊണ്ട് എന്തെങ്കിലും സഹായം വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. എപ്പോൾ വേണമെങ്കിലും ഞാൻ അമ്മയെ വേണമെങ്കിൽ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാമെന്നിങ്ങനെ വേണു പറയുക. അന്നേരം അമ്മ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ അങ്ങോട്ടേക്ക് വരുന്നില്ലേന്ന്. വേണമെങ്കിൽ ഞാനും വരാൻ. അപ്പോൾ വേണു പറയുന്നുണ്ട്, മോള് വേഗം ചെല്ല്. എന്നാൽ മോള് ചെല്ലുന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയച്ചു വിടുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്ന നമ്മുടെ അനന്തപുരി തറവാടാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ദേവയാനി കാത്തുകൊണ്ടിരിക്കും കേട്ടോ. അമ്പലത്തിൽ പോയിട്ട് കുറേ നേരം ആയില്ലേ, ഇത്രയും നേരമായിട്ട് വന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മുത്തച്ഛനും ജയനും മാതശ്ശും എല്ലാം അങ്ങനെ ഭയങ്കര ചർച്ചയിലാണ് കേട്ടോ വരാത്തതിൽ. അപ്പോഴത്തേക്കും നമ്മുടെ അനി പറയുന്നുണ്ട്, മുത്തശ്ശ, ഏട്ടത്തിയും അതുപോലെ വലിയമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചാൽ മതി എന്ന് അനി പറയുക. അന്നത്തേക്കും മുത്തച്ഛൻ പറയുന്നുണ്ട്, അത് തന്നെ എനിക്ക് നിന്നോട് പറയാനുള്ളത്. നീയും അനാമികയും തമ്മിലുള്ള പ്രശ്നം എത്രയും പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യണം. അപ്പോഴത്തേക്കും അനിയുടെ അച്ഛൻ പറയുന്നുണ്ട്, അതുടനെ ഒന്നും അവസാനിക്കുമെന്ന് തോന്നുന്നില്ല അച്ഛാ. ഇവനും ഭയങ്കര വെറുപ്പാണ്, അവൾക്ക് ഇവനോടും ഭയങ്കര വെറുപ്പാണ്. അപ്പോഴത്തേക്കിനും മുത്തച്ഛൻ അനിയുടെ അച്ഛനെ വഴക്ക് പറയുന്നുണ്ട്, എടാ നീ ഒരച്ഛനല്ലേ, അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടുണ്ടോ. അച്ഛൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, പിന്നെ ഞാൻ പറഞ്ഞാൽ കേൾക്കുമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ടേ. ഇനി അച്ഛൻ കുറേ നാളൊന്നും ഈ ലോകത്തുണ്ടാകത്തില്ല, അതുകൊണ്ട് നിൻ്റെ ഡ്യൂട്ടി നീ ചെയ്യണമെന്ന് അനിയുടെ അച്ഛനോട് പറയുന്നുണ്ട്. അപ്പോൾ അനി പറയുന്നുണ്ട്, അച്ഛാ ഇതൊന്നുമല്ല മുത്തശ്ശ, ഇതൊന്നുമല്ലല്ലോ ഇവിടുത്തെ ഇപ്പോഴത്തെ വിഷയം.
അതും ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് നിൻ്റെ മുത്തശ്ശൻ അങ്ങനെ പറഞ്ഞതെന്നിങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ആദർശ് അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. കാരണവരെത്തിയല്ലോ എന്നിങ്ങനെ മുത്തശ്ശൻ പറയവേ, നീ വിളിച്ചോ ദേവയാനി? ഞാൻ വിളിച്ചു, പക്ഷെ ഫോൺ എടുക്കുന്നില്ല. ഒരു കാര്യം ഞാൻ പറയാം, നയനമോളുടെ പേരിൽ ദേവയാനെ ഒരുപാട് വിമർശിച്ച് കഴിഞ്ഞാൽ ചിലപ്പം അവൾ അവളുടെ വീട്ടിലോട്ട് പോകും. അങ്ങനെ അമ്മ പേടിക്കേണ്ട. ഇവനെ കാണാതിരിക്കാനായിട്ട് അവൾക്ക് പറ്റില്ല. അതുകൊണ്ട് പെട്ടെന്നൊന്നും ഓടിപ്പോകാൻ പറ്റില്ല എന്ന് പറയുമ്പോഴത്തേക്കിനും അവിടേക്ക് നമ്മുടെ കാറ് വരികയാണേ. അപ്പോഴത്തേക്കിനും അത് മറ്റാരുമല്ല, നമ്മുടെ ദേവയാനി നയനയാണ്. അപ്പോഴത്തേക്കിനും എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെ മുഖത്തും ഇങ്ങനെ സന്തോഷം പുഞ്ചിരി വിടരുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ നയന ഇങ്ങനെ ബാഗൊക്കെ എടുത്ത് വെച്ച് വലതുകാലൊക്കെ വെച്ച് കയറി അനന്തപുരി തറവാട്ടിൻ്റെ മരുമകളായിട്ട് തറവാട്ടമ്മയായിട്ട് കയറി വരികയാണ് കേട്ടോ. എല്ലാത്തിനും പരിഹാരം ഉണ്ടായെന്നാണ് തോന്നുന്നത്. അമ്മയമ്മ വീണ്ടും മരുമകളെ കൂട്ടിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോഴത്തേക്കിനും ആദർശ് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണേ, ഞാൻ പോയി വിളിച്ചിട്ട് അവൾ അമ്മയുടെ കൂടെ വീട്ടില്ല. ഇപ്പോൾ അമ്മ പോയി വിളിച്ചപ്പോഴത്തേക്കിന് അവരമ്മയുടെ കൂടെ വിട്ടോ. ഇതിനകത്ത് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടല്ലോ എന്നിങ്ങനെ ആദർശ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അമ്പലത്തിലേക്ക് പോയിട്ട് നയനമോളെ വിളിച്ചുകൊണ്ട് വരാൻ പോയതാണെന്ന് ചോദിക്കുക. അന്നേരം ദേവേനെ പറയുന്നുണ്ട്, അല്ല, ഞാൻ അമ്പലത്തിലേക്ക് തന്നെയാണ് പോയത്. അവിടെ ചെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും ദേവി എൻ്റെ അടുത്ത് പറയുന്ന പോലെ തോന്നി, വീട്ടിലുള്ളവരുടെ മനസ്സമാധാനത്തിന് ഇവളെ പോയി വിളിച്ചുകൊണ്ട് വരണമെന്ന്. അതുകൊണ്ടാണ് പോയി വിളിച്ചുകൊണ്ട് വന്നതെന്ന് ഇങ്ങനെ പറയുവേ. അപ്പോൾ ആദർശ് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. ദേ നിൽക്കുന്ന ഒരുത്തൻ, ഇവൻ പോയി വിളിച്ചിട്ട് പോലും കൂടെ ഇവൾ വന്നില്ല. നീ ഇവൻ്റെ കാര്യങ്ങൾ പോലും കൂടെ ശ്രദ്ധിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പോയി വിളിച്ചുകൊണ്ട് വന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവൻ്റെ മനസ്സ് ശരിയല്ലെങ്കിൽ അത് ബിസിനസ്സിനെ ബാധിക്കില്ല അച്ഛാ. അമ്മായിയമ്മ മോളെ സ്നേഹിക്കാത്തത്തോളം കാലം നമ്മുടെ അനന്തപുരി തറവാടിലേക്ക് മരുമോളെ വീടില്ലെന്നായിരുന്നു മോളുടെ അച്ഛനും അമ്മയും പറഞ്ഞത്. ഇങ്ങനെ അജയൻ പറയുന്നുണ്ടേ. അറിയാം അജയ, അതുകൊണ്ട് ഞാൻ ഇവളെ സ്നേഹിക്കാമെന്ന് അവർക്ക് വാക്ക് കൊടുത്തു. ഞാൻ അതൊക്കെ അവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ എൻ്റെ രീതിക്കൊന്നും ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല എന്നിങ്ങനെ പറയുവാണേ. അപ്പോഴത്തേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, നീ അതിന് വാക്ക് കൊടുത്തെങ്കിൽ ഇനി അവളെ നീ സ്നേഹിക്കണം ദേവയാനി എന്നിങ്ങനെ പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അതിന് എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന്. അപ്പോഴത്തേക്കിനും മുത്തശ്ശിനൊക്കെ തല കുനിക്കുന്നുണ്ട്, ആദർശം തല കുനിക്കുന്നുണ്ട്. എന്നിട്ട് ദേവയാനി പറയുന്നുണ്ട്, നിങ്ങളുടെ എല്ലാവരുടെയും മൗനമൊക്കെ തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കടമ ചെയ്തതേ ഉള്ളൂ. അതിനി മറ്റ് ഒരർത്ഥത്തിലും ആരും കാണേണ്ട ആവശ്യകതയില്ല. അപ്പോഴത്തേക്കും നമ്മുടെ ജയൻ പറയുന്നുണ്ട്, തൻ്റെ മരുമകൾ താൻ കാരണമാണ് പോയതെങ്കിൽ ആ മരുമകളെ കൊടുക്കേണ്ടി വരേണ്ട ഉത്തരവാദിത്വം തനിക്ക് തന്നെയാണ്. അമ്മയോട് ഞാനൊരു കാര്യം പറയുകയാണ്, എൻ്റെ അച്ഛനും അമ്മയ്ക്കും കൊടുത്ത വാക്കെങ്കിലും തെറ്റിക്കരുത് എന്നിങ്ങനെ നയന അമ്മയോട് പറയുന്നുണ്ട്. അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ചെങ്കിലും എനിക്ക് സ്നേഹത്തോടെ സംസാരിക്കാവുള്ളൂ. അവിടെയും രണ്ടുപേരും ഭയങ്കര ഡ്രാമയാണ്. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, വാക്കിന് വ്യവസ്ഥകളുള്ള ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ അതുപോലെ ചെയ്തിരിക്കും. അല്ലാതെ കൂടെ മാറ്റി പറയുന്ന ശീലമൊന്നും എനിക്കില്ല. എന്തായാലും മോള് വന്നല്ലോ, ഇപ്പോഴെവിടെ ഒരാളുടെ മനസ്സ് തെളിഞ്ഞെന്നിങ്ങനെ പറയാം. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, എൻ്റെ മാത്രമല്ല തൻ്റെതും. മോള് വരുന്നില്ലല്ലോ, വിളിക്കുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ 24 മണിക്കൂറും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ പിന്നെ മോളകത്തേക്ക് ചെല്ലുമെന്നിങ്ങനെ പറഞ്ഞു വിടുന്നുണ്ടേ. അപ്പോഴത്തേക്കിന് ആദർശ് ഇങ്ങനെ ദേവയാനയുടെ മുഖത്തേക്ക് നോക്കുവാണേ. അപ്പോൾ ദേവയാനയുടെ മുഖത്ത് ഒരു നല്ല ചിരി ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതെനിക്ക് ഇങ്ങനെ കാണുന്നുണ്ടേ. എവിടെയോ എന്തൊക്കെയോ ഒരു കല്ലുകടി ഉണ്ടല്ലോ. എൻ്റെ ഭാര്യ എന്നെ ചീറ്റ് ചെയ്യുകയാണെങ്കിൽ അതെനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. അപ്പോഴത്തേക്ക് ജയൻ ചോദിക്കുന്നുണ്ട്, നീ എന്താണ് മോനെ ആലോചിക്കുന്നതെന്ന്. അന്നേരം പറയുന്നുണ്ട്, അമ്മ ഒരുപാട് താന്നു കൊടുക്കുകയൊന്നും വേണ്ട അവളുടെ മുന്നിൽ. നല്ലതിന് വേണ്ടിയിട്ട് ആരുടെ മുന്നിലും താന്നു കൊടുത്താൽ ഒരു കുഴപ്പമില്ല എന്നിങ്ങനെ മുത്തശ്ശനും പറയുന്നുണ്ട്. ഗോവിന്ദനും കനകയും പറഞ്ഞത് ശരിയല്ലേ, അവർ വരുമ്പോഴെല്ലാം മോളെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് ശരിയാണോ? അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ സാഹസം കാണിച്ചത്. എനിക്ക് നല്ല വിഷമമുണ്ട്, അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാണ് എന്നിങ്ങനെ ദേവയാനി പറയുന്നുണ്ട്. അപ്പോഴൊക്കെ നമ്മുടെ ആദർശ് ഇങ്ങനെ ദേവയാനിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ടോ കേട്ടോ. ഇവിടെ ഞങ്ങളുടെ ആരുടെയും ഒരു പ്രശ്നമല്ലല്ലോ, നയനയല്ലേ എല്ലാവർക്കും വേണ്ടത്. അവളില്ലെങ്കിലേ വീട് ഉറങ്ങിയതുപോലെയാണെന്നല്ലേ അമ്മ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് വീട് ഉറങ്ങി പോകണ്ടെന്ന് കരുതി തന്നെ ഞാൻ പോയത് എന്നിങ്ങനെ ദേവയാനി വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജലജേനയും അതുപോലെ ജാനകിനെയാണ്. അല്ല ജാനകി, ഏട്ടത്തി ഇതുവരെ അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനെ എത്തിയില്ലല്ലോ. അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. അപ്പോഴത്തേക്കും നയന അങ്ങോട്ടേക്ക് വന്നിട്ട് പറയവേ, ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും രണ്ടാളും ഞെട്ടുവാണേ. നീ എപ്പോഴാണ് വന്നത്? ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ആളുടെ കൂടത്തിൽ ഇപ്പം ഇങ്ങ് വന്നതേ ഉള്ളൂ എന്ന് പറയവേ. അമ്മ എന്നെ വീട്ടിൽ വന്ന് വിളിച്ചുകൊണ്ട് വരികയായിരുന്നു. നിൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞായിരുന്നല്ലോ നിന്നെ ഇങ്ങോട്ടേക്ക് വിടത്തില്ലായിരുന്നെന്ന്. അതെന്തുകൊണ്ടാണ്? എൻ്റെ അമ്മായിമ്മ എന്നെ സ്നേഹിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഇപ്പോൾ എൻ്റെ അച്ഛനും അമ്മയ്ക്കും വാക്ക് കൊടുത്തെന്നെ സ്നേഹിക്കാമെന്ന്. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു. അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞേ, അവരുടെ മുന്നിൽ അഭിനയിക്കാമെന്ന് പറഞ്ഞു, അല്ലാതെ വലിയ സ്നേഹമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എനിക്ക് ഇങ്ങോട്ടേക്ക് വരണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് ഞാനും അതിനൊപ്പം നിന്നു. നാണമില്ലേ നിനക്ക് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് എന്നിങ്ങനെ ജാനകി ചോദിക്കുന്നുണ്ട്. അന്നത്തേക്കിനും നമ്മുടെ നയന പറയുന്നുണ്ട്, എന്തിനാ നാണിക്കുന്നത്? ഇതെൻ്റെ ഭർത്താവിൻ്റെ വീടല്ലേ.
എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന വീടല്ലേ. അതുമാത്രമല്ല എൻ്റെ ഭർത്താവിന് എന്നെ ജീവനാണ്. അങ്ങനെ ഉള്ളപ്പോൾ ഞാൻ ആദർശേട്ടനൊപ്പമല്ലേ താമസിക്കേണ്ടത്. പിന്നെ നിൻ്റെ അച്ഛനും അമ്മയും വിളിച്ചപ്പോൾ നീ അങ്ങോട്ടേക്ക് പോയതോ എന്നിങ്ങനെ ചോദിക്കുക. അപ്പോൾ നയന പറയുന്നുണ്ട്, ഇതൊന്നും പറഞ്ഞിട്ടല്ലല്ലോ എൻ്റെ അച്ഛനും അമ്മയും എന്നെ വിളിച്ചുകൊണ്ട് പോയത്. എന്താണെങ്കിലും കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവരെയും ധിക്കരിച്ച് ഞാനിങ്ങനെ പോകുന്നതിനെ. പിന്നെ അതിന് മുന്നേ വിളിച്ചുകൊണ്ട് വരേണ്ടവർ വന്ന് വിളിച്ചു. ആദർശം ഒന്ന് വിളിച്ചിട്ട് പോലും നീ വന്നില്ലായിരുന്നല്ലോ. അതെൻ്റെ അച്ഛനും അമ്മയും തറപ്പിച്ച് പറഞ്ഞതുകൊണ്ടാണ്. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ തന്നെ കാണും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇനി എൻ്റെ ഭർത്താവിൻ്റെ വീട് വിട്ടിട്ട് ഞാൻ എങ്ങോട്ടും പോവില്ല. അന്ന് പോയപ്പോഴത്തേക്കിനും മനസ്സിന് വല്ലാത്തൊരു ഭാരമായിരുന്നു. ഇപ്പോഴൊന്ന് ആശ്വാസമായത്, ഇപ്പോഴൊന്നെല്ലാം ഇറക്കി വെച്ചത്. എന്നിട്ട് നമ്മുടെ നയന അവിടെ നിന്ന് പോകാൻ ഒരുങ്ങി കഴിയുമ്പോഴത്തേക്കിനും ഇവർ രണ്ടാളും പറയുന്നുണ്ടല്ലോ, ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ ജനിച്ചേ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. വേറെ ആര് പോയാലും ഓടിപ്പോയി വിളിക്കത്തില്ലായിരുന്നു. ഇവള് പോയപ്പോൾ ഓടിപ്പോയി വിളിച്ചിരിക്കുന്നത് കണ്ടില്ലേ. അപ്പോഴത്തേക്കിനും ജാനകി പറയുന്നുണ്ട്, ഏട്ടത്തിൽ പോയില്ലെങ്കിൽ അച്ഛനും അമ്മയും പോയിട്ടുണ്ടാവും. അങ്ങനെയല്ലേ അവരുടെ സംസാരം. ഏട്ടനും ആണെങ്കിലും മരുമകളില്ലാത്തതുകൊണ്ട് വലിയ വിഷമമായിരുന്നു. ഭർത്താവും ചിലപ്പോൾ അതിൻ്റെ പേരിൽ വിമർശിച്ച് കാണും. അതുകൊണ്ട് അമ്പലത്തിൽ പോകാമെന്നും പറഞ്ഞുകൊണ്ട് പോയിട്ട് അവളെ പോയി വിളിച്ചുകൊണ്ട് വന്നത്. രണ്ടെണ്ണത്തിന് മുഖം കാണാത്തതുകൊണ്ടൊരു മനസ്സമാധാനം ഉണ്ടായിരുന്നു. രണ്ടും പോയി കിട്ടി. പിറ്റേക്കാണെങ്കിൽ നമ്മുടെ ആബി ഇങ്ങനെ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും ജലജ അങ്ങോട്ടേക്ക് വരുവാണേ. എന്നിട്ട് പറയുകയാണെ, എടാ വന്നു, ആ നയന വന്നു എന്നിങ്ങനെ പറയുവാണേ. അപ്പോൾ ആബി ചോദിക്കുന്നുണ്ട്, ആര് ഏട്ടത്തിയോ വന്നോ? എല്ലാവരും കൂടെ കുരങ്ങ് കളിപ്പിക്കുക മോനെ എന്നിങ്ങനെ പറയുവേ. ഇത് അവരുടെ അച്ഛനും അമ്മയും കൂടെ ഡിമാൻഡ് ഇടുന്ന അമ്മേ. ഇപ്പം തന്നെ അവർക്ക് വാടകയ്ക്ക് എടുത്തു കൊടുത്തിരിക്കുന്ന വീട് അവരുടെ പേരിലായോ എന്ന് എനിക്ക് സംശയമുണ്ട്. അല്ലെങ്കിൽ തന്നെയും ആദർശ് പോയി വിളിച്ചിട്ട് വരാഞ്ഞപ്പോൾ അവരുടെ അമ്മ പോയി വിളിച്ചുകൊണ്ട് വരുമെന്ന് കനകയ്ക്കും ഗോവിന്ദനും നന്നായിട്ട് അറിയാം. എനിക്ക് തൽക്കാലം ഇത്രയും പ്രശ്നങ്ങളിലൊന്നും തലയിടാൻ വയ്യ. ഞാൻ അതിനേക്കഴിഞ്ഞ് വലിയ ടെൻഷനിലാണ് നടക്കുന്നത് എന്നിങ്ങനെ അഭി പറയുന്നുണ്ട്. അപ്പോൾ ജലജ ചോദിക്കുന്നുണ്ട്, നിനക്കെന്താണ് ഇത്രമാത്രം പ്രശ്നം? നിൻ്റെ ഏറ്റവും വലിയ ശത്രുവായ ഭാര്യ ഈ വീട് വിട്ട് പോയില്ലേടാ എന്നിങ്ങനെ ചോദിക്കുക. പോയോൾ ഒരു പോക്കൊന്നും പോയതല്ലോ, തിരിച്ചു വരത്തില്ലേ? എടാ നീ ജ്വല്ലറിയിൽ വീണ്ടും തിരിമറി നടത്തിയോ? അങ്ങനെയാണെങ്കിൽ നീ ജ്വല്ലറിയിൽ നിന്ന് മാത്രമല്ല തറവാട്ടിൽ നിന്നും പുറത്ത് പോകുമെന്ന് പറയുക. അപ്പോൾ അഭി പറയുന്നുണ്ട്, ഞാനതിപ്പോൾ പുറത്ത് പോകുമെന്നാണ് തോന്നുന്നതെന്ന് പറയുക. അല്ലെങ്കിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് നിനക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന്. എന്താടാന്ന് ഇങ്ങനെ ചോദിക്കുവാണേ. പറയേണ്ട കാര്യമൊന്നുമില്ല. പറയാതെ തന്നെ അമ്മ എല്ലാം അറിഞ്ഞെന്ന് വരും. അതുകൊണ്ട് തൽക്കാലം നവീനെ സ്നേഹിച്ച് മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. അപ്പോൾ ജലജ പറയുന്നുണ്ടേ, അപ്പം നീ എന്തോ കാര്യമായ കുഴപ്പം കാണിച്ചിട്ടുണ്ട്, അത് ഉറപ്പാണ്. ഞാനിപ്പം നാട് വിട്ടു പോകുമെന്ന് എൻ്റെ സംശയം. നയനേട്ടത്തിൽ തിരികെ വന്നൊന്നുമല്ല എൻ്റെ വിഷയം. ഞാനിപ്പം അതിനേക്കഴിഞ്ഞും വലിയ പ്രശ്നമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പുകഞ്ഞ് നടക്കുക ഞാൻ. എന്താണെങ്കിലും നമ്മൾ പൊടിക്കൊന്ന് ഒതുങ്ങുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നാൽ നമുക്കൊപ്പം നിൽക്കാൻ ആരും ഉണ്ടാകത്തില്ല എന്നിങ്ങനെ അഭി പറയുവാണേ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആദർശിനെയും നയനയാണേ. എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടേ, ഇങ്ങനെ ചിരിച്ചുകൊണ്ടാണ് വരുന്നത് നയന. അല്ല, ഞാൻ വന്നിട്ട് വിളിച്ചിട്ട് പോലും നീ വന്നില്ല. അതുപോലെ നിൻ്റെ അച്ഛനും അമ്മയും വീട്ടിലില്ല. പിന്നെ അമ്മ വന്ന് വിളിച്ചപ്പോഴത്തേക്കിന് എന്താ പറ്റിയെന്ന് ചോദിക്കുക. അല്ല, അത് അമ്മ സ്നേഹിച്ചോളാന്ന് പറഞ്ഞു എന്നെ. അല്ല, അതിന് അമ്മയ്ക്ക് പറ്റുമോ എന്നിങ്ങനെ ആദർശ് ചോദിക്കുന്നുണ്ട്. അപ്പം നയന പറയുകയാണ്, അതിന് പറ്റിയില്ലെങ്കിലും ഞാൻ അച്ഛനോടും അമ്മയോടും അങ്ങനെ പറഞ്ഞോളാം. എന്നെ അമ്മ സ്നേഹിച്ചില്ലെങ്കിലും അത് ഞാൻ ആരെയും അറിയിക്കാൻ പോകുന്നില്ല. അപ്പോഴത്തേക്കിനും ആദർശ് ചോദിക്കുന്നുണ്ട്, അമ്മ എപ്പോഴും അങ്ങോട്ടേക്ക് വന്നു തന്നെ. അപ്പോൾ ഇങ്ങനെ നയനിങ്ങനെ ഞെട്ടുന്നുണ്ട് കേട്ടോ. അപ്പം ഇപ്പോൾ എന്നെ രാവിലെ എങ്ങനെ വന്ന് വിളിച്ചതേ ഉള്ളൂ എന്ന് പറയുവേ. രാവിലെ ആണല്ലോ അമ്മ അമ്പലത്തിലേക്കാണല്ലോ പോയത്. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വരേണ്ടി വന്നതിൽ അമ്മയ്ക്ക് നല്ല വിഷമം വന്ന് കാണും. അതുകൊണ്ട് ആദർശേട്ടനുമായിട്ട് അകലണേ എന്ന് അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ പോയതായിരിക്കും. അങ്ങനെ എന്നെ സ്നേഹിക്കുന്നവരൊക്കെ അകന്നു കഴിഞ്ഞെന്നാൽ അമ്മയ്ക്ക് പിന്നെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. അമ്മ ഇങ്ങനെ നാഴകണം കെടേണ്ടി വരികയോ ഇല്ലല്ലോ എന്നൊക്കെ നയന് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ ആദർശ് പറയുന്നുണ്ട്, ജീവിതത്തിൽ ഒരിക്കലും അമ്മ ഇങ്ങനെ ആരുടെ മുന്നിലും തല കുനിച്ചിട്ടില്ല. ഇതിപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇടിപ്പം ആദർശേട്ടനും മുത്തശ്ശിക്കും ഒക്കെ എന്നെ കാണാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ഇപ്പോൾ വിളിച്ചുകൊണ്ട് വന്നില്ലെങ്കിൽ എപ്പോഴാണെങ്കിലും വിളിച്ചുകൊണ്ട് വരില്ലേ. അതുകൊണ്ടായിരിക്കും. അമ്മയ്ക്ക് അസുഖം വന്നതിന് ശേഷം നല്ല മാറ്റമുണ്ട് അമ്മയ്ക്ക് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ശരിയാ നല്ല മാറ്റമുണ്ട് അമ്മയ്ക്ക്. പിന്നെ ഇപ്പോഴും നിന്നോടുള്ള ദേഷ്യം തീരാത്തതാണ് എൻ്റെ സങ്കടം എന്നിങ്ങനെ ആദർശ് പറയുന്നുണ്ട്. അപ്പോൾ നയനിങ്ങനെ താഴോട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും സാരമില്ല ആദർശേട്ടാ, ദേഷ്യം കഴിഞ്ഞില്ലെങ്കിലും എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നുണ്ടല്ലോ. അമ്മയുടെ ചില നേരത്തെ സംഭാഷണവും പ്രവൃത്തിയും ഒന്നും എനിക്ക് ദഹിക്കുന്നില്ല ചില നേരത്ത്. അപ്പോഴത്തേക്കിനും ആദർശ് ഇങ്ങനെ ഡൗട്ടിൽ ചോദിക്കുന്നുണ്ടേ, നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം എന്തെങ്കിലും സംസാരിച്ചു വന്നേ? അപ്പോൾ ഇങ്ങനെ നയന പറയുകയാണ്, അയ്യോ ഒന്നും പറയണ്ട, എന്നെ പറയാവുന്നതൊക്കെ പറഞ്ഞു. നീ എന്നെ കോമാളിയാക്കുവാണ് അല്ലേടി എന്നൊക്കെയാണ് ചോദിച്ചത്. ഞാൻ മനഃപൂർവ്വം ഡിമാൻഡ് ഇടുകയാണ്, അതുപോലെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞു. എല്ലാം ശരിയാവുക ആദർശേട്ടാ ഇങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം പറയുന്നുണ്ട്, പിന്നെ ചേച്ചീനെയും കാണാനായിട്ട് അഭി അവിടെ വന്നിട്ടുണ്ടായിരുന്നു.
അവൻ ഇനി അഭിനയിക്കാതിരുന്നാൽ മതിയായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ നയന പറയുകയാണെ. അപ്പോഴത്തേക്കിനും ആദർശ് ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്, അതെ എല്ലാവരും അഭിനയിക്കുവാണോയെന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പോഴത്തേക്കും നയന ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താ ഇങ്ങനെ ആലോചിക്കുന്നതെന്ന്. അല്ല, അമ്മയുടെ ഇങ്ങനത്തെ സ്വഭാവത്തിനെ പറ്റി ആലോചിക്കുമായിരുന്നു എന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കും നയന പറയേ, അതെനിക്കൊരു തമാശയായിട്ട് തോന്നുന്നതെന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കും ഇങ്ങനെ ആദർശ് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇവിടെ ആരൊക്കെയാണ് കോമാളിയാക്കുന്നതെന്ന് കണ്ടു തന്നെ അറിയണമെന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുമ്പോഴത്തേക്കിനും നയന ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാകുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഓക്കെ, താങ്ക്